എവിടെ വെച്ചോ ആവോ? എന്നതാടി? എന്റെ ഹാൻഡ് ബാഗ്. അത് വേണ്ട, കസേര ഇരിക്കുന്നു. അമ്മേ, എന്റെ ചോറ് കിട്ടിയോ? ഉച്ചഭക്ഷണം. അമ്മ ഏത് ലോകത്താ? അയ്യോടി, ഞാനിതങ്ങ് മറന്നുപോയി. ഈ അമ്മ എന്താ ഇങ്ങനെ? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. എന്ന് ലേറ്റ് ആയിട്ട് ചെല്ലുമ്പോ കണ്ണടയ്ക്ക് മീതെ കൂടെ HMന്റെ ഒരു നോട്ടമുണ്ട്. ലീവ് എഴുതി കൊടുത്തിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോരാൻ തോന്നും. ചോറ് ഞാൻ ഇപ്പൊ തന്നെ കെട്ടിത്തരാം. കറി വല്ലതും ഉണ്ടോ? ഒരു ഓംലെറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയോ? ഇല്ല. അയ്യോടി, ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പൊ ഉണ്ടാക്കി തരാം. ഇനി ഉണ്ടാക്കിയിട്ട് അമ്മ തന്നെ അങ്ങ് തിന്നാ മതി. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പോഴേക്കും ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി ചോറ് കെട്ടി തരാടി. ഇനി എവിടെ വിജയേട്ട സമയം? ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഞാൻ പോവാ. എനിക്ക് ഭക്ഷണവും വേണ്ട, ചോറും വേണ്ട. എന്റെ കാര്യം നോക്കാൻ ആരും ഇല്ലല്ലോ. നേരം വെളുത്തിട്ട് ഇത്രയും നേരത്തിനോട് ഇടയ്ക്ക് നിനക്ക് 2-4 ദോശ തിന്നാനുള്ള സമയം കിട്ടിയില്ലേ? ഞങ്ങൾ ആരെങ്കിലും എടുത്തോ നിന്റെ സമയം? അല്ല, എനിക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തോ? ഈ ഷർട്ട് അയൺ ചെയ്ത് ഞാനാ, അലക്കിയത് വാഷിംഗ് മെഷീൻ. 2 കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ? അത് ചില്ലറ പണിയാണോ? ജാനിമോൾ ഉണ്ടായിരുന്നപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതല്ലേ? സ്കൂളിലും പോകുമായിരുന്നു, നന്നായിട്ട് പഠിക്കുകയും ചെയ്യായിരുന്നു. അവളുടെ പേര് ഇവിടെ മിണ്ടിപ്പോരുത്. എനിക്ക് കലി കയറും. എന്തു പറഞ്ഞാലും ഒരു ജാനിമോള്. ഞാൻ പോവാ. വിജയേട്ടന് വേണമെങ്കിൽ വല്ലതും എടുത്ത് കഴിക്കേ. നോക്കണേ, ഒന്നും കഴിക്കാതെ പോയേക്കുന്നു. ഇവിടെ ഒരു പെങ്കൊച്ച് നിന്ന് എല്ലാ ജോലികളും ചെയ്ത് എല്ലാവരുടെയും കാര്യങ്ങൾ നല്ല ചിട്ടയായിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോ അവളുടെ വില ആരും അറിഞ്ഞില്ല. ഇപ്പോഴെങ്കിലും മനസ്സിലാവട്ടെ. ഓ, എനിക്കിനി ഒന്നും മനസ്സിലാക്കാനില്ലേ. ഇതൊക്കെ ആരുണ്ടാക്കുന്നു? വായിൽ വെച്ച് തിന്നാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, രത്നമ്മയുടെ പാചകമാ. ആരുടെ ആയാലും അസലായിട്ടുണ്ട്. ചായ പഞ്ചാര കുഴമ്പ്. ആരോടെങ്കിലും പക വീട്ടണമെങ്കിൽ ഇതൊക്കെ കൊടുത്താ മതി. ഓ, പിടിക്കൂല. ഇനി പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും പിടിക്കൂല. ഞാൻ പോയതിനു ശേഷം നീ ഇങ്ങോട്ട് വന്നേയില്ലേ? വന്നു. ഈ കസേര വരെ പൊട്ടി പിടിച്ചിരിക്കാണല്ലോ. നീ നിന്നോണ്ടാണോ കണക്കെഴുതുകയും പിരിവെടുക്കുകയും ചെയ്തത്? നീ പോയി കുമാരൻ്റെ അടുത്തൊരു ചായ വാങ്ങിച്ചോണ്ടോ. ഓ, ചായ. വടക്കേ മുറിലെ വർക്കിച്ചന്റെ പൈസ കിട്ടിയായിരുന്നോ? ഇല്ല. നീ ചോദിച്ചില്ലേ? ആളെ കണ്ടിട്ട് വേണ്ട ചോദിക്കാൻ. എടാ, 5 മാസത്തെ കുടിശ്ശിക വീട്ടിൽ ചെന്ന് ചോദിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ? അവിടെ ചെന്നപ്പോ വർക്കിച്ചൻ അവിടെ ഇല്ലായിരുന്നു. ഇല്ലെങ്കിൽ വരുന്നവരെ അവിടെ ഇരിക്കണം. നീ രാത്രി ആയി പോയാൽ കിടക്കണം അവിടെ. ഓ, കുടിശ്ശിക വിരിക്കാൻ പോയാൽ പിരിച്ചോണ്ടേ വരാവൂ. പിടിച്ച ചിട്ടിയാ. തരാനുള്ളവർക്ക് ഉത്സാഹം കാണില്ല.
എടാ കിട്ടാനുള്ള ഉത്സാഹിച്ചില്ലെങ്കിൽ കിട്ടില്ല. ഇന്ന് പോകാം. ഓ, ഞാൻ വന്ന് തൊഴിച്ചാൽ മാത്രമേ നിനക്ക് പോകത്തുള്ളൂ. എടാ ഉണ്ണുന്ന ചോറല്ലേടോ വേ. ഷോ, നിന്നെയൊക്കെ വെച്ചോണ്ട് ഞാൻ എങ്ങനെ ഈ ചിട്ടി പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുമെന്തോ. ഈ മാവങ്കൽ സുഗതന്റെ പൈസ കിട്ടിയോ? ഇല്ല. പാലത്തെങ്കിലും ജോയി തോമസും തന്നിട്ടില്ല. താന്നിക്കൽ നാരായണനും പൈസ തന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പോയതിനു ശേഷം നീ ചിട്ടിപ്പിരിവ് നടത്തിയിട്ടില്ല. ആരും തന്നില്ല. ഇടാ നീ ചെന്ന് ചോദിച്ചാലേ തരൂ. ഇടാ കഴിഞ്ഞ 5 ദിവസം നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ചുമ്മാ തിന്നും കുടിച്ചും ടിവിയിലെ ക്രിക്കറ്റ് കളിയും കൊണ്ട് വീട്ടിൽ കിടന്നു ഉറങ്ങി അല്ലേ? ഞാൻ ചിട്ടിപ്പിരിവിനൊക്കെ പോയതാ, ആരും തന്നില്ല. ഓ, മനസ്സിലായി മനസ്സിലായി, കൂടുതൽ പറയണ്ട. എന്നാ കോയിനക്കുട്ടിയെ രാവിലെ ഒരു ലഹള? ചിട്ടി പിടിച്ചോണ്ട് പോവാൻ എല്ലാവർക്കും വലിയ ഉത്സാഹം കുട്ടിച്ച. തിരിച്ചടക്കണമെങ്കിൽ ഗുണ്ടകളെ വിടണം. പത്രക്കാരൻ അറിഞ്ഞ ഉടനെ വെണ്ടയ്ക്കാൻ നടത്തും. ബ്ലൈഡ് മാഫിയാക്കാരൻ ഭീഷണിപ്പെടുത്തി. ഉളുപ്പില്ലാതെ വാങ്ങിച്ചോണ്ട് പോയി തിന്ന് സൂചിച്ചിട്ടാ പറയുന്നത് ഭീഷണിപ്പെടുത്തിയെന്ന്. ദാ എന്റെ പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. $750 ബുക്കിലോട്ട് എഴുതി രസീത് കൊടുക്കും. ഗോയിനൻകുട്ടി ചേട്ടാ, നമ്മുടെ ചിട്ടിയുടെ ലേലം നാളെയല്ലേ? കുടിശ്ശിക അടയ്ക്കാതെ ലേലത്തിന് വരണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടേ. അടച്ചിട്ട് ലേലം വിളിക്കാലോ. 2 മാസത്തെ കുടിശ്ശികയുണ്ട്. നാളെ അടയ്ക്കാന്ന്. ചേടാ ഇതെന്താ ആളെ കണ്ടിട്ടില്ലാത്ത പോലെ? ഗോയിനൻകുട്ടി ചേട്ടൻ ഒരു മോളുണ്ടായെന്ന് കേട്ടല്ലോ, എവിടുന്നാ? കുറച്ച് തെക്കുന്നാ. എന്താ? എല്ലാവർക്കും 10 മാസം തികഞ്ഞ മക്കൾ ഉണ്ടാവണേ. ചേട്ടൻ 20 കൊല്ലം തികഞ്ഞ ഒരെണ്ണം ഉണ്ടായതല്ലേ? ഇനിയും ഏതൊക്കെ നാട്ടിൽ എത്ര എണ്ണം ഉണ്ടോ ആവോ. ഇതുപോലെ ഓരോ പോക്ക് പോയി വന്നാലല്ലേ അറിയാൻ പറ്റൂ. ഉള്ളതാണോ കോയിനക്കുട്ടിയെ? ഞാനും അങ്ങനെ കേട്ടു. ആ, ഉള്ളതാ. എന്തേ? ഗോയിനൻകുട്ടി തെക്കുന്ന് വന്നവനാണെന്നല്ലാതെ എവിടെ നിന്ന് വന്നെന്നോ ആരൊക്കെ ഉണ്ടായിരുന്നെന്നോ ഇവിടെ ആർക്കും അറിയില്ലായിരുന്നല്ലോ. അതാ കേട്ടപ്പോ എല്ലാവർക്കും അത്ഭുതം. ഇവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരും വന്നു ചേർന്നല്ലേ കുട്ടിച്ച. പണ്ട് തെക്കുന്നും കിഴക്കുന്നും ഒക്കെ വന്ന് വടക്കോട്ട് കുടിയേറിയവരല്ലേ എല്ലാവരും. ഞങ്ങളൊക്കെ ഈ മലബാറിൽ തന്നെ ജനിച്ചു വളർന്നവരാ. പഴയ ആളുകളെല്ലാം കുടിയേറ്റക്കാരാ. ഇപ്പൊ അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയില്ലേ. എന്നാ കോയിനൻകുട്ടി. ഓ, എല്ലാരും എന്നോട് ഇത് തന്നെയാ ചോദ്യം. ഒരു പെണ്ണിനെ കൊണ്ടുവന്നത് കേട്ടല്ലോ, എവിടുന്ന് കിട്ടിയ ഇളയച്ചന്? വേറെ ഭാര്യയും മക്കളും ഉണ്ടോ? ഇനിയും കൊണ്ടുവരാനുണ്ടോ? ആകെ നാണക്കേടാ.